ഒന്ന് വിശ്രമിക്കണം, അന്തി ഉറങ്ങണം. നാടും വീടും പേരും കുറിച്ചു. അതിന്റെ വഴി പോലെ നടക്കും. പറഞ്ഞോളൂ. പേര് നാടോടി. ഞാൻ നടുവോടി എന്ന അടിയോടി. നല്ല പേരിനൊത്ത സ്വരൂപവും. എന്റെ വകയും നോക്കട്ടെ. സത്രത്തിലും കൈമടക്കും. സത്രത്തിൽ മാത്രമല്ല, ഇപ്പൊ സ്വർഗത്തിൽ ചെന്നാലും മാമൂലും മാമൂലായിട്ട് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഇതാ കിടക്കുന്ന സന്യാസിമാരെ പോലെ നടക്കേണ്ടി വരും. അമ്മ, ഞങ്ങൾ അങ്ങനെ കളിയാക്കാതെ. ഞങ്ങൾ വെറും ഭിക്ഷാന്തേഹികളല്ല, സമൃദ്ധിയിൽ തന്നെ കഴിഞ്ഞവരാണ്. ഇതുപോലെ 10 ധർമ്മസത്രങ്ങൾ തീർക്കാൻ സ്വത്തുണ്ടായിരുന്നവനാണ് ഞാൻ. ഇതായതെല്ലാം ഇപ്പോൾ ആ ആട്ടക്കാരി പൊന്നി ഉപയോഗിക്കുന്നു മാത്രം. നീ നാട്ടുകാരെ എല്ലാം പെരുവഴിയിലാക്കി. നിന്നെ ആ പൊന്നി പെണ്ണ് പെരുവഴിയിലാക്കി. സ്വാമിമാരെ, നിങ്ങൾ പറയുന്ന ഈ പൊന്നി ആരാണ്? നെടുമംഗലം ദേശത്തെ പൊന്നി എന്ന ആട്ടക്കാരി. അവൾ എത്രയെത്ര കുടുംബങ്ങൾ കുളം കോരി. ആ, ഒരു നാൾ അവളുടെ പാവങ്ങൾക്കെല്ലാം അവൾ പൊറുതി പറയേണ്ടതായി വരും. നോക്കിക്കോളൂ, അരക്കള്ളനെ പോലെ ഒരുവൻ അവളെ പിടിക്കുകയോ. ആ പേര് പറയരുതേ, എന്റെ പറശ്ശിനിക്കട മുത്തപ്പ. അരക്കള്ളന് നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? അയ്യോ, ഭയങ്കര കള്ളനല്ലേ. ഇവിടെ നാടോടി, തന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചോളൂ. ഞാൻ ഭദ്രമായി സൂക്ഷിച്ചോളാം അതിനകത്ത്. അയ്യോ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. എന്നാ ആ തിണ്ണെ പോയി കിടക്കണം. പോ. ഒരു നാടോടിയും നടുവോടിയും നടക്കുന്നു. ആ ബാല്യക്കാരന്മാരെയും കാര്യസ്ഥന്മാരെയും ഒക്കെ പഠിക്കൽ തന്നെ നിന്നോളാൻ പറയൂ. പങ്കുണ്ണി, ചാത്ത, രാമനായരെ, നിങ്ങൾ അവിടെ നിന്നാ മതി. തിരുമനസ് തിരിച്ചു വരുന്നത് വരെ അവിടെ തന്നെ ഇരുന്നോളി. ഇങ്ങോട്ടിരിക്കാം. ആയിക്കോട്ടെ. ആരാണെന്ന് മനസ്സിലായി? ഓ, പറയാം. ഇരുന്നോളൂ. പൊന്നിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. നല്ല ശിക്ഷയായി. പൊന്നി പേര് പോലെ തന്നെ കാണാനും ബഹുവിശേഷം. ഞാനല്ല പൊന്നി, എന്റെ മകളാ. അവൾ അകത്തുണ്ട്. എന്റെ പേര് ഇക്കാവു. ഹായ്, അമ്മയ്ക്ക് ഇത്രയും സൗന്ദര്യമാണെങ്കിൽ പിന്നെ മോളെ കാര്യം പറയാനുണ്ടോ? വെളുത്തലുവാ. ഈ 21 വയസ്സിലേ ഒരു മോളെ പ്രസവിക്കണമെങ്കിലേ പൊന്നിയെ ഇക്കാവു ഒരു 8-9 വയസ്സിൽ പ്രസവിച്ചിരിക്കണം. കാണും. മുഖസ്തുതി പറയുക. ഇദ്ദേഹം വല്ലേടത്ത് കൊട്ടാരത്തിലെ ജാമാതാവ് തമ്പുരാൻ തിരുമനസ്സുണ്ട്. ഈ ഉള്ളവൻ തിരുമനസിന്റെ ബന്ധു ജാരൻ തമ്പുരാൻ. അയ്യോ, പൊന്നു തമ്പുരാക്കന്മാര് അടിയങ്ങടെ ഈ കുപ്പമാടത്തിലേക്ക് എഴുന്നള്ളിയത് എന്തിനാണാവോ? ഇനി അടിയങ്ങൾക്ക് മരിച്ച ഹരിണി പൊന്മുട്ടയിടുന്ന സമയമായിട്ടുണ്ടാവും. അത് സൂക്ഷിച്ചോണേ. ആയിട്ടില്ല. അസ്തമിച്ച് 7 നാഴികയും 7.5 വിനാഴികയും കഴിഞ്ഞിട്ടല്ലേ ഹരിണി പൊന്മുട്ടുകൾ. ഹരിണിയോ? അതാരാണാവോ ഈ ഹരിണി? ഞങ്ങളുടെ ഈ വിശേഷപ്പെട്ട താറാവിന്റെ പേര് ഹരിണി. ഹരിണിക്കുട്ടി എന്തോ മുട്ടയിടുന്ന കാര്യം തിരുവാകൊണ്ട് അരുളി ചെയ്തല്ലോ. ഞങ്ങളുടെ ഈ ഹരിണി വിശേഷപ്പെട്ട മുട്ടയിടും. ധാരാളം ഇടും. മുട്ടയെന്ന് പറഞ്ഞാൽ സാക്ഷാൽ പൊന്മുട്ട. തിരുമനസിന്ന് എഴുന്നള്ളിയത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. പറയാം. നിന്റെ മകള് പൊന്നിയെ പറ്റി കേട്ടിട്ടുണ്ട്. അവളുടെ സൗന്ദര്യത്തെ പറ്റി കേട്ടിട്ടുണ്ട്. നൃത്തത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ധാരാളം. അപ്പോ പൊന്നിയെ ഒന്നങ്ങോട്ട് നേരിട്ട് കാണണം. അവളുടെ ആട്ടവും പാട്ടും ഒക്കെ അങ്ങോട്ട് ആസ്വദിക്കണം. അടിയങ്ങടെ ഭാഗ്യം, പരമഭാഗ്യം. പക്ഷേ ഒരു കുഴപ്പം. എന്താ കുഴപ്പം? എന്റെ മകള് പുരുഷന്മാരുടെ മുഖത്ത് നോക്കുക. ഇവിടുന്ന് അടിയനെ കളിയാക്കുകയാണോ? പിന്നെ തമ്പുരാക്കന്മാരുടെ മുമ്പിൽ നൃത്തം ചെയ്തു എന്ന് പറയുന്നത് തന്നെ അവൾക്കൊരു അന്തസ്സല്ലേ? അവള് അമ്പലത്തിൽ നൃത്തത്തിന് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. അയ്യോ, അടിയനൊരു കാര്യം മറന്നുപോയി. നൃത്തത്തിന് മുമ്പ് ഒരു ചെറിയ ചടങ്ങുണ്ട്. ഗണപതിക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കണം. ഓ, ഗണപതിക്ക് അല്ലേ? മനസ്സിലായി. അതിനാണോ വിഷമം? ജാര, മുട്ടയിടാനുള്ള സമയമായി ഇല്ലയോ? ആയിരിക്കണം. ഓം
ഓം ദേവഹംസായ സ്വർണഗോളൗ ശം വം രംഗ്. ഇതാ ഗണപതിക്ക് ദക്ഷിണ. സ്വർണ്ണമുട്ട തന്നെ ഇരിക്കട്ടെ, പിടിച്ചോളൂ. മായയോ മന്ത്രമോ? സ്വർണം, തനി സ്വർണം. അയ്യോ മോളെ പൊന്നി, പൊന്നി. എങ്ങനെ തകർത്തു ചേട്ടാ, തകർത്തു. എന്റെ മന്ത്രം എങ്ങനെ ഇരുന്നു? ഒന്നാം തരം. ഓം ദേവഹംസായ സ്വർണഗോളൗ ഷൈ വൈ രംഗ്. പൊന്മുട്ടയിടുന്ന താറാവോ? ജാമാതാവ് തമ്പുരാനോ? അതേന്ന് താ നോക്കൂ മൊത്തം. ജാമാതാവ് തമ്പുരാനും ജാരൻ തമ്പുരാനും. നമ്മുടെ കാലം തെളിഞ്ഞു വേണ്ടേ? എങ്ങനെയെങ്കിലും നമുക്ക് ആ താറാവിനെ കൈക്കലാക്കണം. നീ ഒന്ന് വേഗം ഒരുങ്ങി വാ. എല്ലാം പൊടി പൊടിക്കണം കേട്ടോ. അവള് താ ഒരുങ്ങി കഴിഞ്ഞു. പൊന്നു തമ്പുരാക്കന്മാരകത്തോട്ട് വന്നാട്ടെ. ഹരിഞ്ഞുമോളേ നീയും. ആയിക്കോട്ടെ, വന്നോളൂ വന്നോളൂ. എവിടെ പോയാലും ആ ദേശത്തെയും അവിടുത്തെ ജനങ്ങളെയും പഠിക്കണം. എവിടെ തിന്മ കാണുന്നോ അവിടെ എല്ലാം നന്മയുടെ വിത്ത് വിതയ്ക്കണം. നിന്നിൽ എനിക്ക് തികഞ്ഞ വിശ്വാസം വന്നിരിക്കുന്നു. എല്ലാം അമ്മയുടെ അനുഗ്രഹം. കുറഞ്ഞ ഒരു നാൾ കൊണ്ട് നാടിനും നാട്ടുകാർക്കും പറഞ്ഞറിയിക്കാനാവാത്ത ഗുണങ്ങൾ നീ ചെയ്തു കഴിഞ്ഞു. ജനങ്ങളുടെ ഹൃദയത്തിൽ എന്റെ കൂട്ടുകാരൻ മഹാസിംഹാസനം തീർത്തു, അതിന് സന്ദേഹമില്ല. എന്നാൽ ഞങ്ങൾ യാത്രയാകട്ടെ. വിജയികളായി തിരിച്ചു വരിക. എന്തൊരു നൃത്തം, എന്തൊരു അഴക്, എന്തൊരു സ്വരം, എന്തൊരു താളം, എന്തൊരു മേളം. കേട്ടോ പൊന്നി കാവു, എനിക്ക് ഇഷ്ടമായി. എനിക്ക് പൊന്നിയെ പറ്റി അങ്ങനെ ആലോചിക്കുമ്പോ വേണ്ടാത്ത ഓരോന്നും ഇങ്ങനെ അങ്ങോട്ട് തോന്നി തുടങ്ങി. കൂടെ നടക്കും ഇങ്ങനെ തോന്നുന്നുണ്ടെന്നാ വെച്ചോളൂ. അമ്മേ, ആഹാ, നിനക്ക് അങ്ങോട്ട് നേരിട്ട് ചോദിച്ചുകൂടായോ തിരുമനസിനോട്? ആ, ഇതാണോ ഇത്ര വലിയ കാര്യം? എനിക്ക് നാണം. അമ്മ ചോദിക്കൂ. പെണ്ണിന്റെ ഒരു നാണം. ചോദിച്ചോളൂ ചോദിച്ചോളൂ. തിരുമനസിന്ന് മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ മോക്ക് ആ താറാവിനോട് വലിയ ആശ. അയ്യോ, അത് മാത്രം ചോദിക്കരുത്. ആരെല്ലാം എന്തെല്ലാം വില പറഞ്ഞു. എത്ര വില വേണമെങ്കിലും ഞാൻ തരാം. ഉഴലൂര് മഹാരാജാവ് 1.5 ലക്ഷം വരാഹനാ പറഞ്ഞത്. നടുവഴി നമ്പൂതിരിപ്പാട് 2 ലക്ഷം വരാഹൻ എടുത്തു വെച്ചതാ ഞങ്ങൾ. തടസ്സം ഒന്നും പറയരുത്. അടിയങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ മുഴുവനും അടിയങ്ങള് തരാവേ. ധാരാളം വിലയുള്ള ആഭരണങ്ങളാണ്. നമുക്ക് എടുത്തോട്ട് വരാൻ മോളെ. പിന്നെ ഇരിക്കുന്ന ആഭരണം മുഴുവൻ തരണം, ഇരിക്കുന്നത് ഉൾപ്പെടെ. പവനായിട്ട് വേറെ